ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗങ്ങൾ സങ്കീർത്തനം 108 മുതൽ 110 വരെയുള്ള അധ്യായങ്ങളാണ്. സങ്കീർത്തനം 108, 109, 110 എന്നിവയിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ രചനകളിലെ വളരെ അർത്ഥവത്തായ ഒരു ഭാഗത്തേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ 3 സങ്കീർത്തനങ്ങളും ദൈവവുമായുള്ള ദാവീദിൻ്റെ ബന്ധത്തിൻ്റെ 3 വ്യത്യസ്ത തലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. സങ്കീർത്തനം 108 സാഹചര്യങ്ങൾ പ്രയാസകരമായിരിക്കുമ്പോഴും ഹൃദയം സ്ഥിരതയുള്ള ഒരു മനുഷ്യനെയാണ് നാം കാണുന്നത്. സങ്കീർത്തനം 109 വ്യാജ ആരോപണങ്ങളും വിദ്വേഷവും എതിർപ്പും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം കാണുന്നത്. എന്നാൽ അവൻ തൻ്റെ വേദന ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. സങ്കീർത്തനം 110 ദാവീദിനേക്കാൾ അപ്പുറത്തേക്ക് നാം കടക്കുന്നു. അവിടെ മശിഹായെ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു പ്രവചനാത്മക ചിത്രം നമുക്ക് കാണാം. ഈ സങ്കീർത്തനങ്ങൾ 2 ശമൂവേലിനോടൊപ്പം വായിക്കുമ്പോൾ അവയ്ക്ക് കൂടുതൽ അർത്ഥവത്തായ ഒരു രൂപം ലഭിക്കുന്നു. കാരണം 2 ശമൂവേൽ ദാവീദിൻ്റെ ജീവിതകഥ നമുക്ക് നൽകുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ ആ ജീവിതത്തിനുള്ളിൽ നടന്നുകൊണ്ടിരുന്ന ദാവീദിൻ്റെ ഹൃദയത്തെ നമുക്ക് കാണിച്ചു തരുന്നു. 2 ശമൂവേലിൽ നാം ദാവീദിനെ യുദ്ധങ്ങളെയും വഞ്ചനകളെയും കുടുംബ പ്രശ്നങ്ങളെയും കലാപങ്ങളെയും ശത്രുക്കളെയും നേരിടുന്നതായി കാണുന്നു. എന്നാൽ ഈ സങ്കീർത്തനങ്ങളിൽ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിരുന്നതെന്ന് നാം കേൾക്കുന്നു. സങ്കീർത്തനം 108 വളരെ മനോഹരമായ ഒരു പ്രഖ്യാപനത്തോടെയാണ് ആരംഭിക്കുന്നത്. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. ഇത് ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനമാണ്. കാരണം എല്ലാം സമാധാനത്തിലായതിനു ശേഷമല്ല ദാവീദ് ഇത് പറയുന്നത്. അനിശ്ചിതത്വത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും നടുവിലാണ് അവനിത് പറയുന്നത്. ഇവിടെ സ്ഥിരമായിരിക്കുന്നു എന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ദാവീദിൻ്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കാം, എന്നാൽ ദൈവത്തോടുള്ള അവൻ്റെ ഹൃദയത്തിൻ്റെ നിലപാട് മാറുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യമാണിത്. പലപ്പോഴും നമ്മുടെ സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാം നന്നായി നടക്കുമ്പോൾ നാം സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. എന്നാൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും ആത്മവിശ്വാസവും കുലുങ്ങിത്തുടങ്ങും. എന്നാൽ ദാവീദ് നമ്മെ മറ്റൊരു കാര്യം പഠിപ്പിക്കുന്നു. സ്ഥിരമായ ഹൃദയം എന്നത് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഹൃദയമെന്നല്ല. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ ശക്തമായ ദൈവത്തിലുള്ള വിശ്വാസമാണ് സ്ഥിരതയുള്ള ഹൃദയം. ഇത് 2 ശമൂവേലിലെ ദാവീദിൻ്റെ ജീവിതവുമായി വളരെ മനോഹരമായി ബന്ധപ്പെടുന്നു. ദാവീദ് എന്തെല്ലാം അനുഭവിച്ചു എന്ന് ചിന്തിക്കുക. സ്വന്തം മകനായ അബ്ശാലോം കലാപം നടത്തിയപ്പോൾ ദാവീദിന് യെരുശലേം വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. താൻ വിശ്വസിച്ചിരുന്ന ആളുകളിൽ നിന്ന് അവൻ വഞ്ചന അനുഭവിച്ചു. കുടുംബത്തിൽ വലിയ ദുരന്തങ്ങൾ അവൻ കണ്ടു. രാഷ്ട്രീയമായ അനിശ്ചിതത്വം നേരിട്ടു. ചുറ്റും ശത്രുക്കളുണ്ടായിരുന്നു. എന്നിട്ടും ദാവീദിന് പറയാൻ കഴിഞ്ഞു, ദൈവമേ, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഇത് നമ്മെയും ആത്മപരിശോധനയ്ക്ക് വിധേയരാക്കണം. നമ്മുടെ സാഹചര്യങ്ങൾ മാറിയേക്കാം, എന്നാൽ ദൈവം മാറുന്നില്ല. നമ്മുടെ ആരോഗ്യം മാറിയേക്കാം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ആളുകളുടെ മനോഭാവം, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, നമ്മുടെ പദ്ധതികൾ എന്നിവയെല്ലാം മാറിയേക്കാം, എന്നാൽ ദൈവം വിശ്വസ്തനായി തുടരുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സാഹചര്യങ്ങളിൽ പണിയപ്പെടരുത്. നമ്മുടെ വിശ്വാസം ദൈവത്തിൽ പണിയപ്പെടണം. ദാവീദ് പറയുന്നു, ഞാൻ അതികാലത്തെ ഉണരും. എത്ര മനോഹരമായ ഒരു പ്രയോഗമാണിത്. പ്രഭാതം വരുന്നതിന് മുൻപ് തന്നെ താൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് അവൻ പറയുന്നത് പോലെയാണിത്. ചിലപ്പോൾ നാം പറയുന്നത്, എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ട ശേഷം ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്നാൽ ദാവീദിൻ്റെ വിശ്വാസം പറയുന്നത്, ഉത്തരം കാണുന്നതിന് മുൻപ് തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇതാണ് പക്വതയുള്ളതായ വിശ്വാസം. സങ്കീർത്തനം 108 അവസാന ഭാഗത്ത് ദാവീദ് മറ്റൊരു ശക്തമായ പ്രഖ്യാപനം നടത്തുന്നു. ദൈവത്തോടുകൂടെ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ ശത്രുക്കളെ ചവിട്ടിക്കളയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 വാക്കുകളുണ്ട്. ദൈവത്തോടു കൂടെ. ദാവീദിന് യുദ്ധപരിചയം ഉണ്ടായിരുന്നു, ധീരമായ സൈനികർ ഉണ്ടായിരുന്നു, രാജാവെന്ന നിലയിൽ ജ്ഞാനവും അനുഭവവും ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ അന്തിമ ശക്തി തന്നിൽ അല്ലെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ദൈവത്തോടു കൂടെ. 2 ശമൂവേലിലെ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യവും ഇതുതന്നെയാണ്. ദാവീദിന് കഴിവുകൾ പലതും ഉണ്ടായിരുന്നു, എന്നാൽ തൻ്റെ വിജയങ്ങളുടെ അന്തിമ ഉറവിടം ദൈവമാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമുക്ക് വിദ്യാഭ്യാസവും അനുഭവവും സ്ഥാനവും സ്വാധീനവും സാമ്പത്തിക വിഭവങ്ങളും നല്ല ബന്ധങ്ങളും ഉണ്ടായിരിക്കാം. ഇവയ്ക്കെല്ലാം ജീവിതത്തിൽ വിലയുമുണ്ട്. എന്നാൽ നമ്മുടെ അന്തിമ ആശ്രയം അവയിലൊന്നിലും ആയിരിക്കരുത്. നമ്മുടെ ശക്തി ദൈവത്തോടു കൂടെ എന്നുള്ള വിശ്വാസത്തിലായിരിക്കണം. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തതുപോലെ തോന്നുന്ന ഒരു അസാധ്യമായ സാഹചര്യം നേരിടേണ്ടി വന്നാലും നമുക്ക് പറയാൻ കഴിയും, ദൈവത്തോടു കൂടെ എനിക്ക് അതിനെ നേരിടാൻ കഴിയും. സങ്കീർത്തനം 109 അന്തരീക്ഷം പൂർണ്ണമായും മാറുന്നു. ഇവിടെ ദാവീദ് തനിക്കെതിരെ സംസാരിക്കുന്നവരെയും തന്നെ കുറ്റപ്പെടുത്തുന്നവരെയും അന്യായമായി പെരുമാറുന്നവരെയും നേരിടുകയാണ്. അവൻ പറയുകയാണ്, അവർ ദോഷവാക്കുകളാൽ എന്നെ ആക്രമിക്കുന്നു, കാരണമില്ലാതെ എന്നോട് യുദ്ധം ചെയ്യുന്നു.
2 ശമൂവേലിലെ ദാവീദിൻ്റെ അനുഭവങ്ങളുമായി ഇത് വളരെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാം. വ്യാജമായി കുറ്റപ്പെടുത്തപ്പെടുന്നത് എന്താണെന്ന് ദാവീദിന് അറിയാമായിരുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. വഞ്ചിക്കപ്പെടുന്നതും ആളുകൾ തനിക്കെതിരെ തിരിയുന്നതും എല്ലാം എന്തിനാണെന്ന് അവൻ അറിയാമായിരുന്നു. ഇതിന് വ്യക്തമായ ഒരു ഉദാഹരണം 2 ശമൂവേൽ 16 കാണാം. അബ്ശാലോമിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ശിമെയി ദാവീദിനെ ശപിച്ചു. ദാവീദിൻ്റെ ഭൃത്യന്മാർ അതിനെ പ്രതികരിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ദാവീദ് അവരെ തടഞ്ഞു. ഇത് ദാവീദിൻ്റെ ആത്മീയ പക്വതയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നു. എല്ലാ പോരാട്ടങ്ങളും സ്വന്തം കൈകളിലേക്ക് എടുക്കേണ്ടതില്ലെന്ന് ദാവീദ് പഠിച്ചിരുന്നു. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നു. അത് ബലഹീനതയല്ല. ചിലപ്പോൾ ആരെങ്കിലും നമ്മെക്കുറിച്ച് സംസാരിച്ചാൽ ഉടൻ മറുപടി നൽകണമെന്ന് നാം കരുതുന്നു. ആരെങ്കിലും നമ്മെ തെറ്റിദ്ധരിച്ചാൽ നാം നമ്മെ തന്നെ തെളിയിക്കണമെന്ന് കരുതുന്നു. ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ നാമും അവരെ വേദനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ഈ കാര്യം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരട്ടെ. വേദനിക്കുന്നില്ലെന്ന് നടിക്കാൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല. ദാവീദ് തൻ്റെ വികാരങ്ങൾ മറച്ചു വയ്ക്കുന്നുമില്ല. താൻ അനുഭവിക്കുന്നതെല്ലാം അവൻ ദൈവത്തോട് തുറന്നു പറയുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദാവീദ് തൻ്റെ വേദനയെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. തൻ്റെ വേദന തന്നെ നിയന്ത്രിക്കാൻ അവൻ അനുവദിച്ചില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ പാഠമാണ്. ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുമ്പോൾ നമുക്ക് 2 വഴികളുണ്ട്. ഒന്ന്, ആ വേദനയെ കയ്പായി മാറാൻ അനുവദിക്കുക. മറ്റൊന്ന്, ആ വേദന ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ അനുവദിക്കുക. സങ്കീർത്തനം 109 ഏറ്റവും മനോഹരമായ ആശയങ്ങളിൽ ഒന്ന് 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. നീയോ കർത്താവായ യഹോവേ, നിൻ്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. നിൻ്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ഈ വാക്കുകൾ നമുക്കും വളരെ അർത്ഥവത്താണ്. ആളുകൾ നമുക്കെതിരെ ആയിരിക്കാം, എന്നാൽ നീയോ ദൈവമേ, ആളുകൾ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കാം, ആളുകൾ നമ്മെ തള്ളിക്കളഞ്ഞേക്കാം, ആളുകൾ നമ്മെക്കുറിച്ച് സംസാരിച്ചേക്കാം, നമ്മുടെ സാഹചര്യം അസാധ്യമെന്ന് തോന്നിയേക്കാം. എന്നാൽ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വരേണ്ടുന്നത് ദാവീദ് പറയുന്നത് പോലെ എന്നാൽ നീയോ ദൈവമേ എന്നുള്ളതായ ആ വാക്കായിരിക്കണം. 2 ശമൂവേലിലൂടെ ദാവീദിൽ വളർന്നു വരുന്ന വിശ്വാസത്തിൻ്റെ സ്വഭാവം ഇതുതന്നെയാണ്. വീണ്ടും വീണ്ടും സാഹചര്യങ്ങൾ അവനെതിരായി വരുന്നു, എന്നാൽ ദൈവം അവനോടുകൂടെ തന്നെ ഉണ്ട്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇതാണ്. വിശ്വാസി ഒരിക്കലും കഷ്ടത നേരിടാത്ത മനുഷ്യനല്ല. കഷ്ടതയിൽ താൻ ഒറ്റയ്ക്കല്ലെന്ന് അറിയുന്ന മനുഷ്യനാണ് വിശ്വാസി. ദാവീദ് വീണ്ടും പറയുന്നു, ഞാൻ ദരിദ്രനും അഗതിയുമാകുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിവേറ്റിരിക്കുന്നു. ഓർക്കുക, ദാവീദ് ഒരു രാജാവായിരുന്നു. അവന് സിംഹാസനമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, സൈന്യമുണ്ടായിരുന്നു. എന്നിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ പറയുന്നു, ഞാൻ ദരിദ്രനും അഗതിയുമാകുന്നു എന്ന്. ഇതാണ് ആത്മീയ വിനയം. തൻ്റെ സ്ഥാനം എന്തുതന്നെയായാലും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാണ് താൻ ജീവിക്കുന്നതെന്ന് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു സത്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ടായിരിക്കാം, എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ദൈവം തന്നെ ആണ്. ഇനി സങ്കീർത്തനം 110 വരുമ്പോൾ അന്തരീക്ഷം പൂർണ്ണമായി മാറുന്നു. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഇത് മിശിഹായിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക. ഇത് പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട മശിഹാ പ്രവചനങ്ങളിൽ ഒന്നാണ്. ദാവീദ് ഒരു രാജാവായിരുന്നു, എന്നാൽ ഇവിടെ ദാവീദ് തന്നേക്കാൾ വലിയ ഒരാളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും ഈ സങ്കീർത്തനം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായാണ് പ്രയോഗിക്കുന്നത്. ഇവിടെയാണ് സങ്കീർത്തനം 110 2 ശമൂവേൽ 7 മനോഹരമായി ബന്ധപ്പെടുന്നത്. 2 ശമൂവേൽ 7 ദൈവം ദാവീദുമായി നിയമം സ്ഥാപിക്കുകയും അവൻ്റെ രാജ്യത്തിനും സിംഹാസനത്തിനും നിലനിൽക്കുന്ന പ്രാധാന്യം ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ദാവീദിൻ്റെ ഭൗമിക രാജ്യത്വം അതിലും വലിയ ഒരു രാജാവിലേക്കുള്ള മുന്നറിയിപ്പും ചൂണ്ടിക്കാട്ടലുമായിരുന്നു. ദാവീദ് ഒരു രാജാവായിരുന്നു, എന്നാൽ യേശു രാജാതി രാജാവാണ്. ദാവീദിൻ്റെ രാജ്യം ഭൗമികവും താൽക്കാലികവുമായിരുന്നു. ക്രിസ്തുവിൻ്റെ രാജ്യം നിത്യമാണ്. ദാവീദ് ശാരീരിക ശത്രുക്കളോട് യുദ്ധം ചെയ്തു. ക്രിസ്തു ഒടുവിൽ എല്ലാ ശത്രുക്കളെയും ജയിക്കും. ദാവീദിൻ്റെ സിംഹാസനം യെരൂശലേമിലായിരുന്നു. ക്രിസ്തുവിൻ്റെ സിംഹാസനം നിത്യമാണ്. അതുകൊണ്ട് സങ്കീർത്തനം 110 വായിക്കുമ്പോൾ ദാവീദിൽ മാത്രം നാം നിൽക്കരുത്, നാം യേശു ക്രിസ്തുവിലേക്ക് നോക്കണം. സങ്കീർത്തനം 110 മറ്റൊരു ശ്രദ്ധേയമായ പ്രഖ്യാപനമുണ്ട്. നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലിൽ സാധാരണയായി രാജാവിൻ്റെയും പുരോഹിതൻ്റെയും ചുമതലകൾ വേർതിരിക്കപ്പെട്ടിരുന്നു. എന്നാൽ 110 സങ്കീർത്തനത്തിൽ രാജാവും പുരോഹിതനും ആയ ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് എബ്രായർ എന്ന ലേഖനം ഇത് യേശുവിനോട് ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നു. യേശു നമ്മുടെ രാജാവാണ്, അതേസമയം നമ്മുടെ മഹാപുരോഹിതനുമാണ്. അവൻ നമ്മുടെ മേൽ അധികാരമുണ്ട്, അതേസമയം അവൻ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുകയും മധ്യസ്ഥത വഹിക്കുകയും പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു.
അവൻ ഭരിക്കുന്നു, അതേസമയം അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്നു. അവൻ ശക്തനാണ്, അതേസമയം തന്നെ കരുണയുള്ളവനുമാണ്. നാം ബലഹീനരാകുമ്പോൾ വാഴുന്ന ഒരു രാജാവ് നമുക്കുണ്ട്. നാം പോരാടുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന ഒരു പുരോഹിതൻ നമുക്കുണ്ട്. നാളെക്കുറിച്ച് അനിശ്ചിതത്വം ഉണ്ടാകുമ്പോൾ നാളെയും തൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള കർത്താവ് നമുക്ക് ഉണ്ട്. ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകുന്നതായിട്ടുള്ള ആത്മീയ സന്ദേശം എന്താകുന്നു എന്ന് ചോദിച്ചാൽ, 2 ശമൂവേലിൽ നാം ദാവീദിൻ്റെ ജീവിതം കാണുന്നു. അവൻ്റെ വിജയങ്ങളും പരാജയങ്ങളും, നേതൃത്വവും ബലഹീനതയും, ശത്രുക്കളെയും കുടുംബ പ്രശ്നങ്ങളെയും, അവൻ്റെ കണ്ണുനീരും ആരാധനയും ഒക്കെ കാണുന്നു. എന്നാൽ 108-ാം സങ്കീർത്തനത്തിൽ അവൻ പറയുന്നു, എൻ്റെ ഹൃദയം സ്ഥിരമായിരിക്കുന്നു. 109-ൽ അവൻ പറയുന്നു, എന്നാൽ നീയോ ദൈവമേ. 110-ൽ അവൻ നിത്യനായ രാജാവും പുരോഹിതനുമായ യേശുക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നു. അതുകൊണ്ട് നമുക്കുള്ള സന്ദേശം വളരെ ലളിതമാണ്. ജീവിതം പ്രയാസകരമായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സ്ഥിരമായി നിലനിർത്തുക. ആളുകൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. എല്ലാറ്റിലും നിങ്ങളുടെ കണ്ണുകൾ വാഴുന്ന രാജാവായ യേശുക്രിസ്തുവിൽ ഉറപ്പിക്കുക. ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഈ സങ്കീർത്തനങ്ങൾ നൽകുന്ന പാഠങ്ങൾ: ഒന്നാമതായി, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ നിയന്ത്രിക്കരുത്. രണ്ടാമതായി, ചില പോരാട്ടങ്ങൾ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ നാം പഠിക്കണം. 3, നമ്മുടെ ശക്തി ദൈവത്തിലാണ്. 4, നമ്മുടെ അന്തിമ പ്രത്യാശ മനുഷ്യ നേതൃത്വത്തിലല്ല, ക്രിസ്തുവിലാണ്. 5-മതായി, ക്രിസ്തു നമ്മുടെ രാജാവും പുരോഹിതനുമാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, എൻ്റെ സാഹചര്യങ്ങൾ സ്ഥിരമല്ലെങ്കിലും എൻ്റെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമാണോ? ഞാൻ എൻ്റെ പ്രശ്നങ്ങളിലേക്കാണോ കൂടുതൽ നോക്കുന്നത്, അതോ എൻ്റെ രാജാവായ ക്രിസ്തുവിലേക്കാണോ കൂടുതൽ നോക്കുന്നത്? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.